Hello students. അപ്പോൾ സീക്വൻസിന്റെ ലിമിറ്റിന്റെ ഡെഫിനേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. ഒന്നുകൂടെ ആ ഡെഫിനേഷനിലേക്ക് നോക്കാം. ഇതാണ് ഡെഫിനേഷൻ. ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ n such that മോഡുലസ് വാല്യൂ ഓഫ് an മൈനസ് l ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n. അതായത് ഏത് പോസിറ്റീവ് നമ്പർ എപ്സിലൺ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് ഒരു ഇൻറ്റീജർ ക്യാപിറ്റൽ എന്നിനെ, ഒരു നമ്പർ ക്യാപിറ്റൽ എന്നിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ n ആ ക്യാപിറ്റൽ എന്നിന് ശേഷമുള്ള ഏതൊരു ഇൻറ്റീജർ എടുത്താലും an-ഉം l-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ n-ന് ശേഷമുള്ള ഏത് n-ഉം എടുത്താലും എന്ന് പറയുമ്പോൾ ഈ an സീക്വൻസിലെ എലമെന്റ്സ് ഇങ്ങനെ വലുതായി മെമ്പേഴ്സിന്റെ എണ്ണം കൂടി വരുമ്പോൾ ആ an-കൾ, അതായത് സീക്വൻസിലെ ടേംസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പർട്ടിക്കുലർ n-ന് ശേഷമുള്ള an-കൾ എന്ന് പറയുമ്പോൾ സീക്വൻസിലെ എണ്ണം കൂടി വരുമ്പോൾ ആ ടേംസും an-ഉം l-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, മോഡുലസ് വാല്യൂ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. നമ്മൾ ആ ഗ്രാഫിങ്ങിൽ കണ്ടില്ലേ ആ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എപ്സിലണിനേക്കാൾ താഴെയായി വരുന്നു എന്ന് പറഞ്ഞാൽ എപ്സിലൺ നമുക്ക് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കാം അല്ലെ. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായി വരുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? an-കൾ l-ലേക്ക് അടുത്തടുത്ത് വരുന്നു. അപ്പൊ ആ ഒരു മീനിങ്ങിലെയാണ് നമ്മൾ ഈ ലിമിറ്റിന്റെ ഡെഫിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റിന്റെ കേസിൽ നിങ്ങൾ എപ്സിലൺ ഡെൽറ്റ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏകദേശം അതുപോലെ തന്നെയാണ് ഈ സീക്വൻസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനേഷനും വരുന്നത്. അവിടെ നമ്മൾ എപ്സിലണും ഡെൽറ്റയും വെച്ച് ലിമിറ്റിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഇവിടെ നമ്മൾ എപ്സിലണും ക്യാപിറ്റൽ n-ഉം വെച്ചിട്ടാണ് ഈ ലിമിറ്റിന്റെ ഡെഫിനേഷൻ, സീക്വൻസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ n-ന് ശേഷമുള്ള ഏത് n എടുത്താലും an-കൾ എന്ന് വെച്ചാൽ സീക്വൻസിലെ ടേംസ്, ഒരു പർട്ടിക്കുലർ n-ന് ശേഷമുള്ള സീക്വൻസിലെ ടേംസ്, അതായത് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നല്ല, എങ്ങനെ എണ്ണം കൂടി വരുമ്പോൾ an-കൾ l-ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലണിനേക്കാളും താഴെ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലൺ വളരെ ചെറുതായി എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർ ഈ l-ലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എങ്കിൽ സീക്വൻസ് ഡൈവേർജ് ചെയ്യും എന്നുമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു l എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് an കൺവേർജസ് ടു l ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. രണ്ട് നൊട്ടേഷനും നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനേഷൻ. അപ്പം അത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് പറയുന്നത്. ഷോ ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0. അപ്പോൾ നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ എപ്സിലൺ ഡെഫിനേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് n കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ 1/n ആണ്, l 0 ആണ്, എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇതാണ് കാണിക്കേണ്ട കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ എപ്സിലൺ ഇൻഇക്വാലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോർ എ പോസിറ്റീവ് ഇൻറ്റീജർ n ഗ്രേറ്റർ ദാൻ n വി ഹാവ് മോഡുലസ് വാല്യൂ ഓഫ് 1/n മൈനസ് 0 ലെസ് ദാൻ എപ്സിലൺ എന്നാണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മോഡുലസ് വാല്യൂ ഓഫ് 1/n മൈനസ് 0 ലെസ് ദാൻ എപ്സിലൺ എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ ഓഫ് 1/n തന്നെയാണ്, 1/n ലെസ് ദാൻ എപ്സിലൺ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഈ എപ്സിലൺ ഇൻഇക്വാലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ എപ്സിലൺ ഇൻഇക്വാലിറ്റി മോഡ് 1/n ലെസ് ദാൻ എപ്സിലൺ എന്നാണ്. അതിൽ നിന്ന് മോഡ് കളഞ്ഞാൽ 1/n ലെസ് ദാൻ എപ്സിലൺ എന്ന് കിട്ടും. ഇനി നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുത്താൽ n 1/n റെസിപ്രോക്കൽ n ഇൻഇക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1/epsilon എന്ന് കിട്ടും. n ഗ്രേറ്റർ ദാൻ 1/epsilon. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി n ഗ്രേറ്റർ ദാൻ n ആകുന്ന വിധത്തിൽ ഇത് ഹോൾഡ് ചെയ്യണം എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഈ ക്യാപിറ്റൽ n-നെ ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. അത്രയും ആ ക്യാപിറ്റൽ n-നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ n-ന്റെ പ്ലേസിൽ n ഗ്രേറ്റർ ദാൻ n ആകുന്ന ഒരു ക്യാപിറ്റൽ n-നല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റലിന്റെ പ്ലേസിൽ 1/epsilon ആണ് കിട്ടിയത്. അപ്പോൾ എപ്സിലൺ നമ്മൾ എടുത്തതാണ്. എപ്സിലന്റെ വാല്യൂ അറിയാമെങ്കിൽ ഈ ക്യാപിറ്റലിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്യാപിറ്റൽ n ക്യാൻ ബി എനി ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ 1/epsilon. ദെൻ ദ ഇംപ്ലിക്കേഷൻ ഹോൾഡ്സ്. ദിസ് ഈ ഇംപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും കാണിച്ചാൽ മതി, ആ ക്യാപിറ്റലിനെ ഐഡന്റിഫൈ ചെയ്താൽ മതി. അതാണ് പ്രോബ്ലം. ദിസ് പ്രൂവ്സ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0. അപ്പോൾ 1/n എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് 0 ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. 1/n എന്നുള്ള സീക്വൻസിലെ ടേംസ് ഏതൊക്കെയാ?
എന്നിന് 1 കൊടുക്കുമ്പോൾ 1, 1/2, 1/3, 1/4, 1/5 അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് അല്ലേ. ആ സീക്വൻസിലെ ടേംസിന് നമ്മളൊന്ന് ഗ്രാഫ് ചെയ്ത് നോക്കിയാൽ അറിയാം അത് സീറോയിലേക്ക്, സീറോൻ്റെ അപ്പുറത്തേക്ക് ഒരു വാല്യൂവിലേക്ക് അത് പോവില്ല. അത് സീറോയിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ആ വാല്യൂസ് സീറോയിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരുന്നത് കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റ് 0 ആണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഡെഫിനേഷൻ യൂസ് ചെയ്തും അത് പ്രൂവ് ചെയ്തു ജോമെട്രിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് സെയിം തന്നെ കിട്ടും. ഓക്കെ, അടുത്തത് ഷോ ദാറ്റ് ദ സീക്വൻസ് 0, 2, 0, 2, 0, 2 ഡസ് നോട്ട് കൺവേർജ് ടു എനി റിയൽ നമ്പർ. ഇത് എവിടേക്കും കൺവേർജ് ചെയ്യില്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എപ്സിലോൺ ഈക്വൽ ടു 1 എടുത്തു. And for any value of n, one can select an odd number n greater than n for which the corresponding value an equal to 0. Odd entries എല്ലാം an 0യും ഈവൻ entries എല്ലാം an 2 ആണ്. നമ്മൾ ഓഡ് നമ്പർ ആണ്, ഓഡ് n ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. Then mod an minus 2 is equal to mod 0 minus 2 which is 2 greater than 1. ഈ എപ്സിലോണിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്സിലോണിനേക്കാളും വലിയ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആയില്ലേ, ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല, ഈ ഇൻഇക്വാളിറ്റീനെ ഹോൾഡ് ചെയ്യണില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഏത് എപ്സിലോൺ എടുത്താലും ഏത് an എടുത്താലും ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1ഉം an ഈക്വൽ ടു 0 എടുത്തപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ an മൈനസ് l എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യണില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റ് അവിടെ ഇല്ല എന്ന്, ഡൈവേർജ് ചെയ്യുമെന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക.